അപ്പൊ പഴയതുപോലെ സർക്കാരിനെതിരെ അഗ്രസീവായിട്ട് സുകുമാരൻ നായർ സംസാരിക്കാത്തത് ഭയം കൊണ്ടാണ്. പറ്റില്ല സംസാരിക്കാൻ. മടിയിൽ കനവുള്ളതുകൊണ്ടാണ്. ഗവൺമെന്റ് വിചാരിച്ചാൽ അദ്ദേഹം തറയിൽ പോകും. അപ്പൊ ഈ ചോദ്യങ്ങളെല്ലാം കേരളത്തിലെ അയ്യപ്പ വിശ്വാസികളുടെ മനസ്സിലുണ്ട്. ഈ കഴിഞ്ഞ 2017 കാലഘട്ടങ്ങളിലുണ്ടായ അനുഭവങ്ങളുണ്ട്. അതിൻ്റെ കേസുകൾ ഇപ്പോഴും തീർന്നിട്ടില്ല. ഇപ്പോഴും കരയോഗം ഭാരവാഹികൾ പ്രതികളായ കേസുകൾ കോടതി നടക്കുകയാണ്. ഒരു വിശ്വാസിക്ക് ഇതിൽ പങ്കെടുക്കുന്നില്ല. അതിൽ സുകുമാരൻ നായർ ക്ഷേത്ര വിശ്വാസിയില്ല. ഒരു ക്ഷേത്ര വിശ്വാസി ഒരു ക്ഷേത്ര സ്വത്ത് കൈകാരാൻ ശ്രമിക്കില്ല. സർ, ആഗോള അയ്യപ്പ സംഗമം അധികം വൈകാതെ ഇവിടെ നടക്കാൻ പോകുന്നു. സമൂഹത്തിൻ്റെ നാനാതുറകളിലുള്ള ഡെലിഗേറ്റ്സ് അതിൽ പങ്കെടുക്കുന്നുണ്ട്. പലരും വരും എന്ന് പറയുന്നു, ചിലർ വരില്ല എന്ന് പറയുന്നു. ആശയക്കുഴപ്പങ്ങളൊക്കെ അവിടെ നിൽക്കുന്നു. പക്ഷേ NSSൻ്റെ കാര്യത്തിൽ ആദ്യം മുതലേ ഒരു അടിമുടിയൊരു ദുരൂഹത, ഒരു അവ്യക്തത. എന്താ അങ്ങനെ? താങ്കളുടെ റീഡിങ് എന്താണ്? ഇത് അയ്യപ്പ സംഗമത്തിൽ NSSൻ്റെ നിലപാട് ആദ്യം പറയുന്നത് തന്നെ പതിവിന് വിപരീതമായിട്ട് വൈസ് പ്രസിഡൻ്റാണ്. ഇന്നേ വരെ NSSൻ്റെ ചരിത്രത്തിൽ NSS നിലപാട് ജനറൽ സെക്രട്ടറി അല്ലാതെ വേറെ ആരും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ല. അപ്പോൾ ഇതൊരു വളരെ കാൽക്കുലേറ്റഡ് മൂവായിട്ടാണ് വൈസ് പ്രസിഡൻറ്റിനെ കൊണ്ട് പറയിപ്പിച്ചത്. അപ്പോൾ ആ പറച്ചിലിൽ തന്നെ വളരെ വ്യാപകമായ പ്രതിഷേധം സമുദായത്തിൽ നിന്നുണ്ടായി. അപ്പോൾ ആ പ്രതിഷേധം കണ്ടിട്ട് അന്ന് വൈകിട്ട് ഒരു ക്ലാരിഫിക്കേഷൻ ഇറക്കിയത്, അത് സംഗീത് കുമാർ പങ്കെടുക്കുന്നത് അയ്യപ്പ സേവാ സംഘത്തിൻ്റെ ഒരു വിഭാഗത്തിൻ്റെ പ്രസിഡൻ്റാണ്, ആ രീതിയിലാണ് പങ്കെടുക്കുന്നതെന്ന് പറഞ്ഞൊന്ന് ഉരുണ്ട് കളിച്ചു. ആദ്യം ഒന്ന് വ്യക്തത വരുത്തിക്കോട്ടെ. ആദ്യത്തെ നിലപാട് പങ്കെടുക്കുമെന്നായിരുന്നു, പിന്നീട് പങ്കെടുക്കില്ല എന്ന് പറയും. പിന്നെ അത് കഴിഞ്ഞിട്ട് സംഗീത് കുമാർ പങ്കെടുക്കുമെന്ന് പറഞ്ഞു. എന്തായിരുന്നു ആ ഒരു ക്രോണോളജിക്കൽ ഓർഡർ ഒന്ന് പറയാമോ? അത് ആദ്യത്തെ നിലപാട് പറഞ്ഞത് സുകുമാരൻ നായരല്ല. ആദ്യത്തെ നിലപാട് പറഞ്ഞത് സംഗീത് കുമാറാണ്. ശരി, എന്തായിരുന്നു ആ സംഗീത് കുമാർ പറഞ്ഞത്? NSS ആഗോള അയ്യപ്പ സംഗമത്തിൽ NSS പിന്തുണ പ്രഖ്യാപിക്കും, NSS പങ്കെടുക്കും ശരി എന്ന് പറഞ്ഞു. വ്യാപകമായ പ്രതിഷേധം അത് സമുദായത്തിൽ അംഗങ്ങളുടെ ഇടയിൽ നിന്നുണ്ടായി. കാര്യം ആ ശബരിമല സംഭവം ഇപ്പോഴും ആൾക്കാരുടെ മനസ്സിൽ നിന്നും മാഞ്ഞു പോയിട്ടില്ല. അപ്പോൾ വ്യാപകമായ പ്രതിഷേധം കണ്ടപ്പോൾ അത് ശരിയല്ല, സംഗതി പന്തിയല്ല എന്ന് തോന്നിയപ്പോഴാണ് സുകുമാരൻ നായർ ഒരു ക്ലാരിഫിക്കേഷൻ ഇറക്കിയത്. അത് പിന്നെ സംഗീത് കുമാർ അയ്യപ്പ സേവാ സംഘത്തിൻ്റെ ഒരു ഭാരവാഹിയാണ്, ആ നിലയിലാണ് പങ്കെടുക്കുന്നതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വീണ്ടും നിലപാട് മാറ്റിയിട്ട് ഇപ്പോൾ കഴിഞ്ഞ ഏറ്റവും പുതിയ നിലപാടെന്ന് പറയുന്നത് ഞങ്ങൾ പ്രതിനിധിയെ അയക്കും എന്ന് സുകുമാരൻ നായർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്താണ് ഈ നിലപാട് ഇങ്ങനെ അടിക്കടി മാറ്റുന്നത്? അദ്ദേഹം ആരെങ്കിലും ഭയപ്പെടുന്നുണ്ടോ? തീർച്ചയായും. അദ്ദേഹത്തെ പോലെ NSS പോലെ ഒരു മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ജനറൽ സെക്രട്ടറി എന്തിനൊരാളെ ഭയക്കണം? ജനറൽ സെക്രട്ടറി ഇപ്പോൾ അത് മിക്കവാറും ഈ വാർത്താ മാധ്യമങ്ങൾ പുറത്തു പറയാത്ത ഒരുപാട് പ്രതിസന്ധിയിലാണ് സുകുമാരൻ നായർ നിൽക്കുന്നത്. ഇപ്പോൾ ഒരു സംസ്ഥാന സർക്കാരിൻ്റെ ഒരു അനുകൂല മനോഭാവം ഇല്ലാതെ ഒരു നിമിഷം പോലും അദ്ദേഹത്തിന് ആ കസേരയിൽ ഇരിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഒന്ന് വ്യക്തമാക്കാവും. അത് പിന്നെ അദ്ദേഹത്തിൻ്റെ കേസുകൾ, കുറേ അധികം കേസുകൾ, അദ്ദേഹത്തിൻ്റെ കമ്പനി ലോ വയലേഷൻസ്, അദ്ദേഹത്തിൻ്റെ ഡയറക്ടർഷിപ്പ്, അദ്ദേഹത്തിൻ്റെ പിന്നെ റിട്ടേൺ ഫയലിംഗ്, ഇതിലെല്ലാം കുറേയധികം പരാതികൾ. അതേപോലെ അദ്ദേഹം ജോലി ചെയ്തിരുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ അഴിമതിയുടെ എൻക്വയറി, അദ്ദേഹത്തിൻ്റെ അനധികൃത മണൽക്കടത്ത് കേസ്, ഇത് ഇങ്ങനെ ഒരുപാട് കേസുകൾ കൊണ്ട് വരിഞ്ഞു മുറുക്കി നിൽക്കുന്ന ഒരു അവസരമാണ് സുകുമാരൻ നായർ. അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പിന്നെ സൗജന്യമില്ലാതെ അദ്ദേഹത്തിന് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, സുകുമാരൻ നായർ അല്ലെങ്കിൽ NSSൻ്റെ ഒരു പ്രതിനിധി ഈ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്താൽ ഈ കേസുകളെല്ലാം അദ്ദേഹത്തിന് അനുകൂലമായി മാറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ ലേശം ബുദ്ധിമുട്ടല്ല. കേസ് ഗവൺമെൻറ് നിലപാടുകളാണ് ഞാൻ പറഞ്ഞത്. കേസുകൾ കോടതിയിൽ തീരുമാനിക്കുന്നത് കോടതിയാണ്. കോടതിയിലല്ലാത്ത കേസുകളുണ്ട്. ഇപ്പം അദ്ദേഹം ജോലി ചെയ്ത വരുന്ന NSS കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ കറപ്ഷൻ 40 ലക്ഷം രൂപ അവിടുന്ന് കാണാതെ പോയതാണ്. ആ കേസ് ഇപ്പം പിന്നെ അവസാനിപ്പിക്കാൻ ശ്രമിച്ചു, അതിന്റെ പരാതിയായി നിൽക്കുന്നു, അതിന്റെ എൻക്വയറി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് പല കേസുകൾ വരുമ്പോൾ സർക്കാരിന്റെ നിലപാട് നിർണായകമായി വരും. അപ്പൊ അത് താങ്കളുടെ ഒരു സ്പെക്കുലേറ്റീവ് റീഡിംഗ് ആണ്, ഇതൊക്കെ കൊണ്ടായിരിക്കാം എന്നുള്ളത്. അതിനു മുമ്പ് പിന്നെ വരച്ച വരയിൽ 2019 നമ്മൾ കണ്ടതല്ലേ, LDFനെ ഞങ്ങൾ തൂത്തെറിയും എന്നൊക്കെ പറഞ്ഞിട്ട് എന്നും LDFനെതിരെ പ്രസ്താവന ഇറക്കുന്ന ആളായിരുന്നല്ലോ സുകുമാരൻ. ഇപ്പൊ പഴയതുപോലെ സർക്കാരിനെതിരെ അഗ്രസീവായിട്ട് സുകുമാരൻ നായർ സംസാരിക്കാത്തത് ഭയം കൊണ്ടാണ്. പറ്റില്ല സംസാരിക്കാൻ. മടിയിൽ കനവുള്ളതുകൊണ്ടാണ്. ഗവൺമെന്റ് വിചാരിച്ചാൽ അദ്ദേഹം തറയിൽ പോകും. തീർച്ചയായിട്ടും. ഇപ്പൊ മുഖ്യമന്ത്രി തന്നെ എപ്പോഴും പറയുന്നത് മടിയിൽ കനവുള്ളവന് വഴിയിൽ ഭയക്കണമെന്ന്. സുകുമാരൻ നായരുടെ മടിയിൽ കനവുണ്ടെന്നാണ്. മടിയിൽ തീർച്ചയായിട്ടും കനവുണ്ട്. ഈ അഴിമതി കേസുകളാണ്, ഒരുപാട് കേസുകളുണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിൽ അഴിമതി കേസുകൾ അല്ലെങ്കിൽ കേസിന്റെ നൂലാമലകൾ അവിടെ മാറ്റി നിർത്താം. നമ്മൾ നോക്കുമ്പോൾ
വിശ്വാസി സംഗമം അല്ലെങ്കിൽ അയ്യപ്പനെ ഇഷ്ടപ്പെടുന്ന ആരാധിക്കുന്ന വിശ്വാസികളുടെ ഒരു സംഗമത്തിലേക്ക് ഒരു പ്രതിനിധി, അദ്ദേഹം NSSൽ നിന്നായിക്കോട്ടെ, SNDPയിൽ നിന്നായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വിഭാഗത്തിൽ നിന്നായിക്കൊള്ളട്ടെ, അവിടെ ചെല്ലുന്നതിൽ എന്താണ് തെറ്റ്? ഒരു വിശ്വാസിക്ക് ഇതിൽ പങ്കെടുക്കുന്നതിൽ തെറ്റ്? ഈ അയ്യപ്പ സംഗമത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ച് ഈ വിശ്വാസികളുടെ മനസ്സിലുള്ള ആ ഒരു സംശയങ്ങൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചോദ്യങ്ങളെല്ലാം കേരളത്തിലെ അയ്യപ്പ വിശ്വാസികളുടെ മനസ്സിലുണ്ട്. ഈ കഴിഞ്ഞ 2017 കാലഘട്ടങ്ങളിലുണ്ടായ അനുഭവങ്ങളുണ്ട്. അതിൻ്റെ കേസുകൾ ഇപ്പോഴും തീർന്നിട്ടില്ല. ഇപ്പോഴും കരയോഗം ഭാരവാഹികൾ പ്രതികളായ കേസുകൾ കോടതി നടക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള ആളുകളോട് നിങ്ങൾ ഈ ആ കേസിന് കാരണക്കാരായ ആളുകളുടെ തന്നെ നടത്തുന്ന ഒരു സംഗമത്തിൽ പങ്കെടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നായർ സമുദായാംഗങ്ങൾ എനിക്ക് തോന്നുന്നില്ല അത്. അതായത് അയ്യപ്പന്റെ വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ച് തെരുവിലിറങ്ങിയ ഈ കരയോഗം പ്രമാണിമാരുടെ പേരിലുള്ള കേസ് ഇപ്പോഴും നിലനിൽക്കുന്നു. വിശ്വാസം സംരക്ഷിക്കുക സർക്കാരിന്റെ കൂടെ NSSകാർ പോകുന്നതാണ് എതിർക്കുന്നത്. NSS പോകുന്നു ഞാൻ പറയുന്നില്ല, സുകുമാരനാർ പോകുന്നു. അദ്ദേഹമല്ല, അദ്ദേഹത്തിന്റെ പ്രതിപുരുഷൻ, അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നവരും അത്രേ ഉള്ളൂ. എന്നാലും ഒരു വിശ്വാസി എന്നുള്ള നിലയ്ക്ക് ഇപ്പൊ ശ്രീ സംഗീത് കുമാർ അദ്ദേഹത്തിന്റെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാൾ അദ്ദേഹത്തിന്റെ ഒരു താല്പര്യത്തിന്റെ അല്ലെങ്കിൽ വ്യക്തിപരമായ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ പോകുന്നതിൽ എന്ത് തെറ്റ്? ഇപ്പൊ അതിന് പറഞ്ഞു. പക്ഷേ ഈ സുകുമാരൻ നായർ ഒരു ക്ഷേത്രവിശ്വാസിയുമല്ല. അതെങ്ങനെ പറയാൻ സാധിക്കും? സുകുമാരൻ നായർ ക്ഷേത്രവിശ്വാസിയല്ല. ഒരു ക്ഷേത്രവിശ്വാസി ഒരു ക്ഷേത്ര സ്വത്ത് കൈകാരാൻ ശ്രമിക്കില്ല. ഒന്ന് വ്യക്തമാക്കാവോ? അത് ഈ കഴിഞ്ഞ 23 ഡിസംബറിൽ കേരള ഹൈക്കോടതിയുടെ ഒരു വിധി ഉണ്ടായിരുന്നു, RF58/2023. അതിൽ പറഞ്ഞിട്ട് എന്താ, ചാത്തൻകുളങ്ങര ഭഗവതി ക്ഷേത്രം പാലക്കാട് അകത്തേത്തറ എഞ്ചിനീയറിംഗ് കോളേജിന്റെ പിന്നെ സ്ഥാപക സമയത്ത് 1960 ശരി അവിടുത്തെ ജന്മിയായിട്ടുള്ള ഒരു ചാത്തോത്ത് മാധവ മേനൻ അദ്ദേഹത്തിന്റെ പേരിലുള്ള ഒരു 50 ഏക്കർ സ്ഥലം ഭൂമി ദാനം ചെയ്തു. ആർക്ക്? ഈ NSSന് ദാനം ചെയ്തു. എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങാൻ വേണ്ടി ഭൂമി കൊടുത്തു. ശരി. ചാത്തോത്ത് മാധവ മേനോൻ 50 ഏക്കർ സ്ഥലം സ്വന്തം പേരിലും അദ്ദേഹം ട്രസ്റ്റി ആയിട്ടുള്ള ആ ചാത്തൻകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിന്റെ വകയായിട്ടുള്ള ഒരു 50 ഏക്കർ സ്ഥലവും പാട്ടത്തിനും കൊടുത്തു. അദ്ദേഹത്തിന്റെ സ്വന്തം സ്ഥലം ഫ്രീ ആയിട്ട് കൊടുത്തു. ശരി. ക്ഷേത്രഭൂമി പാട്ടത്തിനും കൊടുത്തു. 36 കൊല്ലത്തേക്ക് ഏക്കറിന് 6 രൂപ നിരക്കില് 50 ഏക്കർ പാട്ടത്തുകാർ 300 രൂപ. ആ ഭൂമിയാണ് കയ്യേറിയത് താങ്കൾ? ആ ഭൂമിയാണ് ഈ ക്ഷേത്രഭൂമി പിന്നെ ഞങ്ങളുടെ കൈവശാവകാശം വെച്ചുകൊണ്ട് കേസ് പറഞ്ഞ് കോടതി തോറ്റു. ഹൈക്കോടതിയിൽ ആ കേസ് പിന്നെ സുകുമാരൻ നായർക്കെതിരെ വിധിച്ചു. കാരണം അപ്പോൾ ഏതെങ്കിലും ഒരു ക്ഷേത്രവിശ്വാസി ഈ പിന്നെ ക്ഷേത്ര സ്വത്ത് കൈവശാവകാശം പറഞ്ഞുകൊണ്ട് കോടതിയെ സമീപിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് സുകുമാരൻ നായരുടെ ക്ഷേത്രവിശ്വാസം വെറും തട്ടിപ്പാണ്. അതവിടെ നിൽക്കട്ടെ, അത് അദ്ദേഹത്തിന്റെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ അതിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പോൾ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഒരു വിഷയമുണ്ട്. പിന്നെ സുകുമാരൻ നായരുടെ ഒരു താല്പര്യമുള്ളൊരു കേസുണ്ട്. എന്താണ് അത്? തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രം. തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രത്തിലെ കൊടിമരം പിന്നെ ഇടിമിന്നലേറ്റ് കേടായിപ്പോയി. അപ്പോൾ ക്ഷേത്രം പിന്നെ കൊടിമരം പുതുക്കി പണി ചെയ്യുന്ന അവസരത്തിൽ അവിടുത്തെ കരയോഗ യൂണിയൻ ആളുകളൊക്കെ കൂടെ NSSൽ ചെന്നിട്ട് നമുക്ക് ഇതിൻ്റെ എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ ഇദ്ദേഹത്തിനെ വിളിച്ചുകൊണ്ട് അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഒരു തടി കിട്ടിയാൽ കൊള്ളാമെന്ന് പറഞ്ഞു. NSSന് 8,000 ഏക്കർ എസ്റ്റേറ്റ് കിടക്കുകയല്ലേ. അപ്പോൾ അതിനകത്ത് തേക്ക് തടി ഇഷ്ടംപോലെ കാണുമെന്ന് അവർ വിചാരിച്ചു. പക്ഷെ അതിൽ കൊള്ളാവുന്ന തേക്ക് തടി അതിലെ ആളുകൾ വെട്ടി വിറ്റ് കാശ് വാങ്ങി എന്നുള്ളത് അവരറിയുന്നില്ല. ഓക്കെ, തേക്ക് തരാ നമ്മുടെ എസ്റ്റേറ്റിലുണ്ടല്ലോ, അത് തരാമെന്ന് പറഞ്ഞിട്ട് തേക്കിന്റെ ഏറ്റു. NSSന്റെ തേക്കെല്ലാം പോയി. എസ്റ്റേറ്റ് ചെന്ന് തേക്ക് അന്വേഷണം നടന്നു കഴിഞ്ഞപ്പോൾ ലക്ഷണമൊത്ത തേക്കൊന്നും കിട്ടിയില്ല. പിന്നെ അതിനുശേഷം പ്രൈവറ്റ് ഭൂമിയിൽ ഒരാളുടെ പോയി തേക്ക് ഈ കൊടിമരം ഇങ്ങനെ വിൽക്കുന്ന ഒരാളെ കൊണ്ടുപോയി കണ്ട് അവിടെ തേക്കിന് അഡ്വാൻസ് കൊടുത്തു. എന്നിട്ട് അതും പിന്നെ കാലക്രമേണ അതും മാറാതെ പോയി. പിന്നെ എവിടുന്നോ റാന്നി ആ ഭാഗത്തുനിന്ന് ഒരു തേക്ക് എടുത്തു. ശരി. എടുത്തുകൊണ്ട് കൊടുത്തു. അത് തേക്ക് കൈമാറുന്ന സമയത്ത് അത് വലിയ വിവാദം ഉണ്ടായത് തിരുവല്ലയിൽ. ഈ തടി കൈമാറുന്ന സമയത്ത് അദ്ദേഹം അവിടെ വന്നിരുന്നിട്ട് ക്ഷേത്രത്തിൽ അപ്പോൾ യൂണിയനിലെ ആളുകളൊക്കെ പറഞ്ഞു, അവിടുത്തെ സമുദായ അംഗങ്ങളും യൂണിയൻ ഭാരവാഹികളൊക്കെ പറഞ്ഞു, സാർ നമുക്ക് ക്ഷേത്രത്തിൽ ഒന്ന് തൊഴുതിട്ട് വന്നിട്ട് വേണ്ട. അപ്പോൾ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും പുള്ളിയായിട്ട് വ്യക്തിപരമായ വൈരാഗ്യമുണ്ട്. ശ്രീ ആനന്ദഗോപനാണ് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. ആ ഒരു വ്യക്തിപരമായ വൈരാഗ്യം അദ്ദേഹം ക്ഷേത്രത്തിൽ കയറിയില്ല. ക്ഷേത്രത്തിൻ്റെ പടിക്ക് ചെന്നിരുന്ന തടിയെ കൈ വെച്ചിട്ട് ഹാൻഡ് ഓവർ ചെയ്തു പോയി എന്നും പറഞ്ഞിട്ട് പോയി. അത് വലിയൊരു അമർഷം അവിടുത്തെ ആളുകളുടെ ഇടയിലുണ്ട്. അമ്പലത്തിൽ കയറി ക്ഷേത്രത്തിൽ കയറിയ ദേവനെ ഒന്ന് തൊഴുതിട്ട് ഈ കൊടിമരം പിന്നെ കൈമാറിയിരുന്നെങ്കിൽ അതിനൊരു ഐശ്വര്യം ഉണ്ടായിരുന്നു. അങ്ങനെ പോയി ആ കൊടിമരം അവസാനം തന്ത്രി പറഞ്ഞ് ഇതിന് കേടുണ്ട്, ഇതെടുക്കാൻ പറ്റില്ല, ഈ കൊടിമരം ക്ഷേത്രത്തിൻ്റെ കൊടിമരം ഈ തേക്ക് തടി കൊടിമരത്തിന് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് ക്ഷേത്രം തന്ത്രി പറഞ്ഞു. ശരി. അത് ഇദ്ദേഹത്തിന് ഇത് ദേവസ്വം ബോർഡിനെ സമ്മർദ്ദം എടുത്തി ഈ തേക്ക് തന്നെ എടുക്കണം എന്ന സമ്മർദ്ദത്തിലാക്കി. അതായത് ഈ കേടായ തേക്ക് തന്നെ ഉപയോഗിക്കണം. ഏതെങ്കിലും ക്ഷേത്രവിശ്വാസി പറയും ഒരു തേക്കുള്ള കേടായ തടി
തന്നെ ഉപയോഗിച്ച് കൊടിമരം ഉണ്ടാക്കണമെന്ന് ഏതെങ്കിലും ഒരു ക്ഷേത്രവിശ്വാസി പറയും? സുകുമാരൻ നായർ പറഞ്ഞു. അദ്ദേഹം സമ്മർദ്ദം ചെയ്യുകയാണ് ദേവസ്വം ബോർഡിന്റെ അടുത്ത്. അപ്പോൾ അതിനിപ്പോൾ ഹൈക്കോടതി കേസാണ്. ഭക്തജനങ്ങൾ ഹൈക്കോടതിയിൽ കേസിന് പോയിരിക്കുകയാണ്. ഇപ്പോൾ അത് ഹൈക്കോടതി കേസ് നടക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ ഒരു കൊടിമരം പ്രതിഷ്ഠയ്ക്ക് പോലും പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ. അല്ല, ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഈ ശ്രീവല്ലഭ ക്ഷേത്രം എന്ന് പറയുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രമാണ്. ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രം. ഇതേ തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് അയ്യപ്പ സംഗമം. അതെ. അതായത് ഈ തേക്കുംതടി അവിടെ അക്കോമഡേറ്റ് ചെയ്യണമെങ്കിൽ NSSന്റെ ഒരു പ്രതിനിധി ഇവിടെ വരണം. അതുകൊണ്ട് അതും അതിൻ്റെ അകത്ത് കാരണമാവാം. കാരണം ഇത് എടുക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയിട്ട് മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ കേടായ തേക്ക് കൊടിമരത്തിന് ഉപയോഗിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയി. അവിടുത്തെ ഭക്തജനങ്ങൾ അത് അനുവദിക്കത്തുമില്ല, എതിരുമാണ്. പക്ഷേ ദേവസ്വം ബോർഡിന് പിന്നെ വോട്ട് ബാങ്ക്, അവരൊരു വിശ്വാസികളുടെ എതിർപ്പ് മറികടന്നുകൊണ്ട് ഈ തേക്ക് എങ്ങനെ ദേവസ്വം ബോർഡിന് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും? അതാണ് വിഷയം. പക്ഷേ അതൊരു എതിർപ്പ് തണുക്കുമെന്നോ, അല്ലെങ്കിൽ കോടതിയിൽ എന്തെങ്കിലും തീരുമാനം വരുന്നവരെ വെയിറ്റ് ചെയ്താൽ എതിർപ്പ് മാറുമെന്നോ, അല്ലെങ്കിൽ എതിർക്കുന്നവരെ പിന്നെ സോപ്പിട്ട് സ്വാധീനിച്ച് എതിർപ്പ് മാറ്റാമെന്ന് എന്തോ ഉദ്ദേശം എന്നറിയില്ല. മനസ്സിലായി. ഇപ്പൊ താങ്കൾ പറയുന്നത് സുകുമാരൻ നായർക്ക് മടിയിൽ കനമുണ്ട്. ആ കനം എന്തൊക്കെയാണെന്നുള്ള ഒരു കണക്കാണ്. വേറെ ഇഷ്ടം പോലെ ഉണ്ട്. ഓക്കെ, അവിടെ നിൽക്കട്ടെ, അതിലേക്ക് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നീട് വരാം. പക്ഷേ NSSന്റെ ഒരു പ്രതിനിധി അവിടെ വന്നില്ലെങ്കിൽ ഈ അയ്യപ്പ സംഗമത്തിന് എന്തെങ്കിലും കോട്ടം സംഭവിക്കും എന്ന് സർക്കാർ കരുതുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്തുകൊണ്ട്? തീർച്ചയായിട്ടും ഉണ്ട്. കാര്യം കേരളത്തിലെ ഒരു പ്രബലമായ സമുദായമല്ലേ നായർ സമുദായം. അപ്പോൾ ആ സമുദായത്തിന്റെ ഒരു നായർ സർവീസ് സൊസൈറ്റി സമുദായത്തെ മുഴുവൻ പ്രതിനിധീകരിക്കുന്നു എന്നാണുള്ള വെപ്പിന്. NSSൽ നിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ അത് നായന്മാരുടെ പ്രതിനിധിയാകും എന്നാണ് ഗവൺമെന്റും പൊതുസമൂഹവും ധരിക്കുന്നത്. പക്ഷെ നായർ സമുദായങ്ങൾ 99% ഈ സാഹചര്യത്തിൽ അതിനെ അനുകൂലിക്കുന്നില്ല. 2018 അടി വാങ്ങിയ ഒരു നായന്മാരും അന്ന് തെരുവിലിറങ്ങി പോലീസിന്റെ അടി വാങ്ങിയ ഒരു നായന്മാരും ഇപ്പോൾ സർക്കാരിനൊപ്പം അല്ല എന്നാണ് താങ്കൾ പറയുന്നത്. തീർച്ചയായിട്ടും നിൽക്കാൻ ഒക്കത്തില്ലല്ലോ. മനസ്സുകൊണ്ട് വിട്ടു നിൽക്കും. എങ്ങനെ നിൽക്കാനൊക്കും? നമ്മളൊക്കെ വാസ്തവത്തിൽ ഈ TV കണ്ട് കരഞ്ഞ ദിവസങ്ങളാണ്. ഈ ഗവൺമെന്റ് മെഷീനറി പോലീസിന്റെ സഹായത്തോടെ ആക്ടിവിസ്റ്റുകളെ എടുത്ത് പിന്നെ പ്രൊട്ടക്ഷൻ കൊടുത്ത് ശബരിമല ആചാരലംഘനം നടത്താൻ വേണ്ടി പോകുന്ന ദൃശ്യം കണ്ട് കണ്ണു നിറഞ്ഞ ആളുകളാണ് ഞങ്ങളൊക്കെ. ഒന്നും മറക്കില്ല. എങ്ങനെ മറക്കും? മാപ്പ് കൊടുക്കില്ല. മറക്കാനൊക്കത്തില്ല അത്. പക്ഷേ എന്ത് പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിനെല്ലാം പരിഹാരം കാണണം, മാപ്പ് വേണം, അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് നല്ല രീതിയിൽ പോകണം എന്നാണ് NSSന്റെ തലപ്പത്തുള്ളവർ ആവശ്യപ്പെടുന്നത്. അല്ലെങ്കിൽ അവർ അത്തരം പ്രവൃത്തികളാണ് കൈക്കൊള്ളുന്നത്. എങ്ങനെ എതിർക്കാൻ സാധിക്കും? അല്ല, എതിർക്കുന്നില്ലല്ലോ. അത് സമുദായാംഗങ്ങളുടെ തീരുമാനമല്ലേ. അതിനെ നമ്മൾ പരസ്യമായിട്ട് നമ്മൾ എതിർക്കുന്നില്ലല്ലോ. വികാരം അടക്കി പിടിക്കുകയാണ്. നമ്മുടെ വികാരം നമ്മൾ നിൽക്കുകയാണ്. അത് പോകുന്നവർ പോകുന്നു, ഇല്ലാത്തവർ പോകുന്നില്ല. അത് പിന്നെ അതിനെ നമ്മൾ എതിർക്കുന്നില്ലല്ലോ. നമ്മൾ പരസ്യമായിട്ട് നമ്മൾ അതിനെ എതിർക്കാൻ വരുന്നില്ലല്ലോ. നമ്മുടെ തീരുമാനം ഇതാണ്. ഇതിന് സുകുമാരൻ നായർ ക്ഷേത്ര വിശ്വാസമോ ആചാര സംരക്ഷണമോ ഒന്നുമല്ല. അദ്ദേഹത്തിന്റെ പൊസിഷൻ ക്ലിയർ ആക്കാൻ ഗവൺമെന്റിന്റെ ഒരു പിന്നെ സൗജന്യവും ഒരു അനുകൂല മനോഭാവം ആവശ്യമാണ്. അതിന് ഗവൺമെന്റിന് ഒരു ഫേവർ ചെയ്യാൻ വേണ്ടി എടുത്ത തീരുമാനവുമാണ്. അത് എല്ലാ നായന്മാർക്കും അറിയാം, NSSകാർക്കും അറിയാം, കരയോഗങ്ങൾക്കും അറിയാം, എല്ലാവർക്കും അറിയാം. വരും ദിവസങ്ങളിൽ അയ്യപ്പ സംഗമത്തിന്റെ അപ്ഡേറ്റ്സ് നമുക്ക് പരിശോധിക്കാം. തീർച്ചയായിട്ടും. നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.